ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടൈസേഷൻ ഇൻ PCM എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാമ്പിളിംഗ് പഠിച്ചിരുന്നു. സാമ്പിളിംഗ് കഴിഞ്ഞിട്ട് വരുന്ന ബ്ലോക്കാണ് പൾസ് കോഡ് മോഡുലേഷനകത്ത്. സാമ്പിളിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ക്വാണ്ടൈസേഷൻ. സോ ക്വാണ്ടൈസേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ PCM പഠിച്ചപ്പോൾ പൾസ് കോഡ് മോഡുലേഷനകത്ത് ആദ്യം നമ്മൾ ആ ഇൻപുട്ട് സിഗ്നലിനെ, കണ്ടിന്യൂസ് സിഗ്നലിനെ നമ്മൾ എന്താ ചെയ്തത്? സാമ്പിൾ ചെയ്യും അല്ലേ? സാമ്പിളറിൽ കൂടി പാസ് ചെയ്തു. സാമ്പിൾ ചെയ്ത സിഗ്നലിനെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ക്വാണ്ടൈസറിൽ കൂടി പാസ് ചെയ്തായിരുന്നു അല്ലേ? ഇത് ടൈമിൽ ഡിസ്ക്രീറ്റൈസ് ചെയ്യും. ക്വാണ്ടൈസറും ആംപ്ലിറ്റ്യൂഡിനെ ഡിസ്ക്രീറ്റൈസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ആ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള സെക്കൻഡ് സ്റ്റെപ്പാണ് ക്വാണ്ടൈസേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് സാമ്പിളിംഗ് ആയിരുന്നു. ഈ ക്വാണ്ടൈസേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ക്വാണ്ടൈസേഷൻ ഇസ് ദ പ്രോസസ്. ഓക്കെ, ക്വാണ്ടൈസേഷൻ ഇസ് ദ പ്രോസസ് in which continuous amplitude is, or continuous amplitude signal, okay, continuous amplitude signal is converted to discrete amplitude. അപ്പം ഇവിടെ ആംപ്ലിറ്റ്യൂഡിനെ ഡിസ്ക്രീറ്റൈസ് ചെയ്യുന്നു അല്ലേ? ആംപ്ലിറ്റ്യൂഡ്, കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡിനെ ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡിലേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെറ്റ് മീ കൺസിഡർ a continuous signal. Okay, let me consider a continuous signal. Okay, say with amplitude range, with amplitude range minus m max to plus m max. ഓക്കെ, ഒരു സിഗ്നൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സിഗ്നൽ, അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എം മാക്സും മിനിമം ആംപ്ലിറ്റ്യൂഡ് മൈനസ് എം മാക്സും ഉള്ള ഒരു സിഗ്നലിനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ലെറ്റ് മീ റെപ്രസെൻറ്റ് ദാറ്റ് സിഗ്നൽ. ഇങ്ങനെ ഒരു സിഗ്നലായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാണ്ടൈസേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഈ സിഗ്നലിനെ കുറേ ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ലെവൽസാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡിസിഷൻ ലെവൽസ് എന്ന് പറയും. എന്താണ് ഡിസിഷൻ ലെവൽസ്? മറ്റൊന്നെന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ലെവൽസ്, ഓർ റെപ്രസെൻറ്റേഷന് മറ്റൊരു പേരും കൂടിയുണ്ട്, റെപ്രസെൻറ്റേഷൻ ഓർ ക്വാണ്ടൈസേഷൻ ലെവൽസ് എന്ന് പറയും. ക്വാണ്ടൈസേഷൻ ലെവൽസ് എന്നും പറയും നമ്മളിതിനെ. സോ വൺ ഈസ് ഡിസിഷൻ ലെവൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് റെപ്രസെൻറ്റേഷൻ ഓർ ക്വാണ്ടൈസേഷൻ ലെവൽ. അപ്പോൾ അത് നമുക്ക് ഇതിനെ ഒരു 5 ഡിസിഷൻ ലെവൽസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 4 or 5 ലെവൽസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഹിയർ 1 2 3 and 5. ഓക്കെ, സോ ഇതാണ് ഡിസിഷൻ ലെവൽസ്. ഈ ഡിസിഷൻ ലെവൽസിനെ ഞാൻ D1, D2, D3, D4, D5, D5 അല്ലേ? അതായത് ഇതാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എം മാക്സ്, ഇതാണ് ദിസ് ഈസ് പ്ലസ് എം മാക്സ് ആൻഡ് ദിസ് ഈസ് മൈനസ് എം മാക്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം +4 to -4 വരെ
ഉള്ളൊരു സിഗ്നൽ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്ലസ് എം മാക്സും മൈനസ് എം മാക്സും എന്ന് പറയുന്നത്. അപ്പോൾ ആ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ ആദ്യം കുറേ ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതാണ് ഡിസിഷൻ ലെവൽസ് എന്ന് പറയും. സോ D4 D5 D3 ഇതൊക്കെയാണ് എന്ത് ഡിസിഷൻ ലെവൽസ്. ഇത് നമുക്ക് റെപ്രസെൻറ്റേഷൻ ലെവലിനെ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാണ്ടൈസേഷൻ ലെവലിനെ ഫിക്സ് ചെയ്യാം. ഈ ലെവലിലേക്കായിരിക്കും നമ്മുടെ ആ സിഗ്നൽ മാപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലെവൽസ് ഇതായിരിക്കും, ക്വാണ്ടൈസേഷൻ ലെവൽസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ലെവലിനെ നമ്മൾ ഡിസിഷൻ ലെവൽസിലേക്ക് ഡിവൈഡ് ചെയ്തു. ഇനി എന്ത് ലെവൽ സെറ്റ് ചെയ്യാം? റെപ്രസെൻറ്റേഷൻ ലെവൽസ് സെറ്റ് ചെയ്യാം. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ലെവൽ നോർമലി സെറ്റ് ചെയ്യുന്നത് ഈ ഡിസിഷൻ ലെവലിൻ്റെ മിഡ് പോയിന്റിലായിട്ടാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് ഡിസിഷൻ ലെവൽ D1ൻ്റെയും D2ൻ്റെയും മിഡിലായിട്ട് ഞാൻ ഫസ്റ്റ് ലെവൽ സെറ്റ് ചെയ്തു. ഓക്കെ, ലെറ്റ് മീ നെയിം ദാറ്റ് ആസ് L1. ഓക്കെ, ഇനി അടുത്ത വേറൊരു ക്വാണ്ടൈസേഷൻ ലെവൽ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ലെവൽ ഞാൻ സെറ്റ് ചെയ്തത് അടുത്ത രണ്ട് ഡിസിഷൻ ലെവലിൻ്റെ, അല്ലെങ്കിൽ അടുത്ത രണ്ട് ബൗണ്ടറീസിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ട് ഞാൻ സെക്കൻഡ് ലെവൽ ഫിക്സ് ചെയ്തു. നൗ ദ തേർഡ് ലെവൽ ഈസ് സെറ്റ് ബിറ്റ്വീൻ ദീസ് ടു ഡിസിഷൻ ബൗണ്ടറീസ്, D3യുടെയും D4ൻ്റെയും നടുക്കായിട്ട്. ഇനി ഫൈനലി 4. ഓക്കെ, സോ ഈ 4 ലെവൽ, അപ്പോൾ എത്ര ലെവൽസ് ഉണ്ട് ഇവിടെ? 4 ലെവൽ അല്ലേ? L1 ഉണ്ട്, L2 ഉണ്ട്, L3 ഉണ്ട്, L4 ഉണ്ട്. അപ്പോൾ ഇൻ ഷോർട്ട് നമുക്ക് പറയുവാണെങ്കിൽ ഈ ഒരു കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് സിഗ്നലിനെ ഞാൻ എത്ര ക്വാണ്ടൈസേഷൻ ലെവലായിട്ട് ഡിവൈഡ് ചെയ്തു? 1 2 3 4 ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി അപ്പോൾ ക്വാണ്ടൈസേഷനകത്ത് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഡിസിഷൻ ബൗണ്ടറീസ് എടുക്കുക, D1ഉം D2. ഓക്കെ, അപ്പോൾ ഇതാണ് ആ D1 എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ലെവൽ, D2 എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ലെവൽ എത്രയാണോ അത്. അപ്പം മേ ബി ഇത് -4 ആയിരിക്കാം, മേ ബി ദിസ് വിൽ ബി -3 ആയിരിക്കാം. അപ്പം -4നും -3ക്കും ഇടയ്ക്ക് വരുന്ന ആംപ്ലിറ്റ്യൂഡുകൾ ഏതാണ്? ഇത് ഇത്രയുമാണ് അല്ലേ. അപ്പോൾ ഈ റീജിയൻ മുതൽ ഈ റീജിയൻ വരെ ഉള്ള ആംപ്ലിറ്റ്യൂഡിന് നമ്മൾ ഒരൊറ്റ വാല്യൂ കൊടുക്കും. അപ്പോൾ ശരിക്കും ഈ ക്വാണ്ടൈസേഷന് മറ്റൊരു പേര് കൂടിയുണ്ട്, നമുക്ക് അപ്രോക്സിമേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, പലയിടത്തും ഇതിനെ അപ്രോക്സിമേഷൻ എന്നും പറയാറുണ്ട്. അതായത് ആ കണ്ടിന്യൂസ് സിഗ്നലിനെ നമ്മളൊരു ഡിസ്ക്രീറ്റ് ആംപ്ലിറ്റ്യൂഡിലേക്ക് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ബിറ്റ്വീൻ D1 and D2 ഇത്രയും കണ്ടിന്യൂസ് സിഗ്നൽ ഉണ്ടല്ലേ. അപ്പോൾ ഈ കണ്ടിന്യൂസ് സിഗ്നലിനെ ഇത്രയും നമ്മൾ ഒരു ലെവലിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ദിസ് ലെവൽ L1ലേക്ക് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യും. ഓക്കെ, ഇതായിരിക്കും ആ ലെവൽ. ഏത് ലെവലാണിത്? L1. ഓക്കെ, നൗ ഞാൻ അടുത്ത നോക്കൂ, ബിറ്റ്വീൻ D2 and D3 ഇത്രയും സെറ്റ് ഓഫ് കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടല്ലേ. അപ്പോൾ മേ ബി ഇത് -4 ഇത് -3 ആണെങ്കിൽ ഇത് മേ ബി ഇപ്പോൾ 0 ആണെന്ന് വിചാരിക്കും, ഇത് 0 ഇത് 3 ആണെങ്കിൽ ഓക്കെ ദിസ് ഈസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും, ഇത് 0 ദിസ് ഈസ് -3 ആണെങ്കിൽ ഇത് 0 മുതൽ താഴോട്ടുള്ള എല്ലാ ആംപ്ലിറ്റ്യൂഡ് റേഞ്ചും വരും അല്ലേ. -2.5 -2.6 അങ്ങനെ ഇൻഫിനൈറ്റ് ആംപ്ലിറ്റ്യൂഡ് റേഞ്ച് ഉണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് ലെവലിന് ഓക്കെ ഇടയ്ക്ക് വരുന്ന ആ ഒരു ആംപ്ലിറ്റ്യൂഡ് റേഞ്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ അടുത്ത ലെവലിലേക്ക് ജമ്പ് ചെയ്യും, L2ലേക്ക് ജമ്പ് ചെയ്യും. കണ്ടോ, ദെൻ ദിസ് മച്ച് കണ്ടോ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ ഈ ഒരു ലെവൽ വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് L2. ഓക്കെ, നൗ അടുത്ത ഡിസിഷൻ ബൗണ്ടറീസ് നോക്കൂ, D3യും D4. അപ്പോൾ D3ക്കും D4ൻ്റെ ഇടയ്ക്ക് ഏത് ആംപ്ലിറ്റ്യൂഡ് വന്നാലും നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് ഏത് ലെവൽ വെച്ചിട്ടാണെന്നറിയാമോ? L3 ലെവലിലേക്കായിരിക്കും. അപ്പം ഇവിടെ നിന്ന് ഇവിടേക്ക് ഏതൊരു ആംപ്ലിറ്റ്യൂഡ് വന്നാലും അതിനെ നമ്മൾ L3 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, L3 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ ദിസ് മച്ച് L3 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. നൗ ബിറ്റ്വീൻ D4 and D5 ഏത് ആംപ്ലിറ്റ്യൂഡ് വന്നോട്ടെ അന്നേരം നമ്മൾ അതിനെ ഒരൊറ്റ വാല്യൂ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് L4 എന്ന് പറഞ്ഞ ലെവൽ വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ എ ക്വാണ്ടൈസ്ഡ് സിഗ്നൽ. അപ്പോൾ ഇതാണ് ഈ സ്റ്റെയർകേഴ്സ് വേവ് ഫോം. കണ്ടോ, ഇതിനെയാണ് സ്റ്റെയർകേഴ്സ് വേവ് ഫോം എന്ന് പറയുന്നത്. ഈ സ്റ്റെയർകേഴ്സ് വേവ് ഫോമാണ് ക്വാണ്ടൈസ്ഡ് സിഗ്നൽ. കണ്ടിന്യൂസ് സിഗ്നൽ ഇതായിരുന്നു. ആ കണ്ടിന്യൂസ് സിഗ്നലിനെ ക്വാണ്ടൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു സ്റ്റെയർകേഴ്സ് വേവ് ഫോം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഏത് ആംപ്ലിറ്റ്യൂഡ് വന്നാലും ഈ ഒരൊറ്റ ലെവലായിരിക്കും. ആ ലെവൽ മേ ബി 1 വോൾട്ട് ആകാം, 2 വോൾട്ട് ആകാം, 3 വോൾട്ട് ആകാം, 4. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ ഏതൊരു ആംപ്ലിറ്റ്യൂഡ് വന്നാലും നമ്മൾ L2ലേക്ക് റൗണ്ട് ചെയ്യും.
ഇവിടെ മുതൽ ഇവിടെ വരെ ആംപ്ലിറ്റ്യൂഡ് വന്നാൽ അത് നമ്മൾ എവിടേക്ക് റൗണ്ട് ചെയ്യും? L3 എന്ന് പറഞ്ഞ ലെവലിലേക്ക് റൗണ്ട് ചെയ്യും. ആൻഡ് സിമിലർലി ഇവിടെ മുതൽ D4 to D5 ഏത് ആംപ്ലിറ്റ്യൂഡ് റേഞ്ച്, കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് റേഞ്ച് വന്നാലും അതിനെ ആ ഡിസ്ക്രീറ്റ് L4 വാല്യൂ, ആ ഒറ്റ ഒരു L4 എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് റൗണ്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ക്വാണ്ടൈസേഷൻ. ക്വാണ്ടൈസ്ഡ് സിഗ്നൽ ഇങ്ങനെയായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. ഇനി വൺ മോർ തിങ് യു ഹാവ് ടു റിമെമ്പർ, ഈ ഓരോ ലെവലും കണ്ടോ നമ്മൾ ഈ കൊടുക്കുന്നുണ്ട്, ഈ ഓരോ ലെവലിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു വിഡ്ത്തിനെയാണ് നമ്മൾ സ്റ്റെപ്പ് സൈസ് എന്ന് പറയും. സ്റ്റെയർ കേസ് വേവ് ഫോം ആണല്ലേ, ഇതൊരു സ്റ്റെയർ കേസ് വേവ് ഫോം ആണ്. ഈ സ്റ്റെയർ കേസ് വേവ് ഫോമിൻ്റെ ഇടയിൽ ഈ വിഡ്ത്ത്, ഇത് ദെൻ ദിസ് വിഡ്ത്ത് കണ്ടോ, ദെൻ ദിസ് വിഡ്ത്ത്, ആ ലെവലിൻ്റെ ഇടയിലുള്ള വിഡ്ത്തിനെ നമ്മൾ പറയുന്നത് ഡെൽറ്റ, ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റയാണ്. ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സ്റ്റെപ്പ് സൈസ്. സ്റ്റെപ്പ് സൈസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. സോ ദിസ് ഈസ് ഡെൽറ്റ, ദിസ് ഈസ് ഡെൽറ്റ, ദിസ് ഈസ് ഡെൽറ്റ, സ്റ്റെപ്പ് സൈസ് എന്ന് പറയും. Okay, now depending upon the size of the stepwise, again we can divide the quantization into two classes. അപ്പോൾ ഇങ്ങനെയാണ് ക്വാണ്ടൈസ്ഡ് സിഗ്നൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റെയർ കേസ് സിഗ്നൽ. ഈ സ്റ്റെയർ കേസ് സിഗ്നലിൽ കണ്ടത് വിഡ്ത്ത് ഉണ്ട്, ആ വിഡ്ത്തിനെ നമ്മൾ അല്ലെങ്കിൽ രണ്ട് ലെവൽ തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ സ്റ്റെപ്പ് സൈസ് എന്ന് പറയും, സ്റ്റെപ്പ് സൈസ് എന്നും പറയും. ഓക്കെ, now let's see the classification of quantization. സോ ഇവിടെ സ്റ്റെപ്പ് സൈസ് എന്താണെന്ന് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞു. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റെപ്പ് സൈസ്, ക്വാണ്ടൈസേഴ്സ് ക്യാൻ ബി, നമ്മൾ ഈ സ്റ്റെപ്പ് സൈസ് ചൂസ് ചെയ്യുന്ന അനുസരിച്ച് ക്വാണ്ടൈസേഴ്സ് ഓർ ക്വാണ്ടൈസേഷൻ, ഓക്കെ, ക്വാണ്ടൈസേഷൻ പ്രോസസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു ക്ലാസ്. ഓക്കെ, നൗ വൺ ഈസ് യൂണിഫോം ക്വാണ്ടൈസേഷൻ and other one is non-uniform quantization. യൂണിഫോം ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതിനകത്ത് സ്റ്റെപ്പ് സൈസ്, ഞാനിപ്പോൾ കാണിച്ച സ്റ്റെപ്പ് സൈസ് ഇല്ലേ ഡെൽറ്റ, അത് ഫിക്സഡ് ആയിരിക്കും, സെയിം ആയിരിക്കും എല്ലായിടത്തും. പക്ഷെ നോൺ യൂണിഫോം ക്വാണ്ടൈസേഷനകത്ത് ഈ സ്റ്റെപ്പ് സൈസ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ യൂണിഫോമിനകത്ത് മേ ബി ഇങ്ങനെയായിരിക്കും ആ സ്റ്റെയർ കേസ് വേവ് ഫോം, കണ്ടോ ഇവിടെ എല്ലാം സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ, സ്റ്റെപ്പ് സൈസ് റിമൈൻസ് ദ സെയിം. പക്ഷെ നോൺ യൂണിഫോം ക്വാണ്ടൈസേഷനകത്ത് സ്റ്റെപ്പ് സൈസ് വേരി ചെയ്യും, ഇങ്ങനെ എല്ലായിടത്തും സ്റ്റെപ്പ് സൈസ് സെയിം ആയിരിക്കത്തില്ല, ഇറ്റ് ഗോസ് ഓൺ വേരിയിങ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളിതിനെ യൂണിഫോം നോൺ യൂണിഫോം എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി യൂണിഫോം ക്വാണ്ടൈസേഴ്സിനെ എഗെയിൻ വി ഹാവ് ക്ലാസിഫൈഡ് ഇൻ ടു ടു, ദറ്റ് ഈസ് വൺ ഈസ് മിഡ് ട്രെഡ് ക്വാണ്ടൈസർ ആൻഡ് ദ അതർ വൺ ഈസ് മിഡ് റൈസർ. മിഡ് ട്രെഡ് ക്വാണ്ടൈസറും ഉണ്ട്, മിഡ് റൈസർ ക്വാണ്ടൈസറും ഉണ്ട്. ഓക്കെ, അപ്പം ഈ മിഡ് റൈസർ മിഡ് ട്രെഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ക്വാണ്ടൈസറിൻ്റെ ഒരു ക്വാണ്ടൈസറിൻ്റെ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്വാണ്ടൈസറിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് സിഗ്നലാണ്. ക്വാണ്ടൈസറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റെയർ കേസ് വേവ് ഫോം ആയിരിക്കും അല്ലേ. സോ ഒരു ക്വാണ്ടൈസറിൻ്റെ ഔട്ട്പുട്ട് ഞാനിവിടെ ഒന്ന് വരയ്ക്കുകയാണ്, ജസ്റ്റ് ഒരു 2 സ്റ്റെപ്പ്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുകയാണ്, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്റ്റെപ്പിനകത്ത് അത് ഈ ഹൊറിസോണ്ടൽ പോർഷനെ നമ്മൾ പറയുന്നതാണ് ട്രെഡ് എന്ന് പറയും. വി കോൾ ദിസ് ആസ് വാട്ട്, ട്രെഡ്. സോ ദിസ് ഈസ് ഓൾസോ ട്രെഡ്, ഇതും ട്രെഡാണ്. ആൻഡ് ദ വെർട്ടിക്കൽ പോർഷൻ, ഇതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, റൈസർ എന്ന് പറയും. ഓക്കെ, ഇതിനെ വി കോൾ ഇറ്റ് ആസ് റൈസർ ആൻഡ് ദിസ് ഈസ് ട്രെഡ്. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ് സൈസ്. ഓക്കെ, അപ്പോൾ മിഡ് ട്രെഡ് എന്ന് പറയുമ്പോഴത്തേക്കും, മിഡ് ട്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ ഈ ട്രെഡിൻ്റെ നടുക്കായിരിക്കും ലൈ ചെയ്യുന്നത്. ഓക്കെ, ഒറിജിൻ ലൈസ് at the center of the thread. Mid riser എന്ന് പറഞ്ഞാൽ origin will lie at the center of the riser. റൈസറിൻ്റെ നടുക്കായിരിക്കും ഒറിജിൻ ലൈ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ക്യാര വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, സോ ആദ്യം നമുക്ക് ആ മിഡ് ട്രെഡും മിഡ് റൈസറിൻ്റെയും അല്ലെങ്കിൽ ക്വാണ്ടൈസറിൻ്റെ ക്യാര നമുക്കിനി ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ക്യാര മീൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് മിഡ് ട്രെഡും മിഡ് റൈസറിൻ്റെയും ഡിഫറൻസ് മനസ്സിലാവും. ആൻഡ് ഫോർ ദ ടൈം ബീയിങ് വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺലി ഓൺ യൂണിഫോം ക്വാണ്ടൈസേഷൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോൺ യൂണിഫോം ക്വാണ്ടൈസേഷൻ പഠിക്കും. ബിക്കോസ് പൾസ് കോഡ് മോഡുലേഷനകത്ത് യൂസ് ചെയ്യുന്ന ക്വാണ്ടൈസേഷൻ നോൺ യൂണിഫോം ക്വാണ്ടൈസേഷനാണ്. ഓക്കെ, നോൺ യൂണിഫോം നമ്മൾ സ്പീച്ച് സിഗ്നലിനൊക്കെ യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്പീച്ച് സിഗ്നലാണല്ലോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് PCMനകത്ത്, ടെലഫോണിക് സ്പീച്ച് സിഗ്നൽസ്, അവിടെ യൂസ് ചെയ്യുന്ന ക്വാണ്ടൈസേഷൻ നോൺ യൂണിഫോം ആണ്. സോ നോൺ യൂണിഫോം ആണ്, യൂണിഫോമിന് അഡ്വാൻറ്റേജസ് കൂടുതലാണ്. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് വി വിൽ ലേൺ യൂണിഫോം quantization first and then we will go into non-uniform quantization. Okay, ആദ്യം നമുക്ക് മിഡ് ട്രെഡ്
ഓക്കെ, മിഡ് ത്രെഡ് ക്വാണ്ടൈസേഷൻ അത് ഡിഫൈൻ ചെയ്യാം. അപ്പം മിഡ് ത്രെഡ് ക്വാണ്ടൈസേഷൻ ഞാൻ എന്താണ് പറഞ്ഞത്, അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ടേക്ക് ഡൗൺ ഒറിജിൻ ഓഫ് ദ, നമ്മൾ ക്യാര വരച്ച് കഴിയുമ്പോൾ അതിൻ്റെ ക്യാരയുടെ ഒറിജിൻ, ദറ്റ് ഈസ് ഒറിജിൻ ഓഫ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് characteristics, input output characteristics lie at the middle or center, okay, at the middle of the thread of the staircase quantized output. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ മിഡ് ത്രെഡ് ക്വാണ്ടൈസ്. അപ്പോൾ അതിൻ്റെ ക്യാര നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം, അതിൻ്റെ ക്യാര. സോ അതിൻ്റെ ക്യാര എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ടും ഉണ്ട് അല്ലേ. ഇൻപുട്ട് ഈസ് represented here in this axis. This is our input signal and output signal is represented here in this axis. ഇതായിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻപുട്ടിനകത്ത് ഇൻപുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ദിസ് ഈസ് 0, 0.5, this as -0.5, okay, say this as 1.5. ഞാൻ ആ ഒരു ആംപ്ലിറ്റ്യൂഡ് ലെവലിനെ കുറേ സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഡിസിഷൻ ലെവൽസ് ഇതാണ് 1.5, then say 2.5 goes on 3.5. Similarly here also, okay, this is -1.5, this is -2.5 and it goes on. ഇൻപുട്ടാണ്, ഇൻപുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഡിസിഷൻ ലെവൽസ് ആണ്. നമ്മൾ ഡിവൈഡ് ചെയ്യത്തില്ലേ ആ മൊത്തമുള്ള ആംപ്ലിറ്റ്യൂഡിനെ എം മാക്സ് മുതൽ -m max മുതൽ +m max വരെ ഡിവൈഡ് ചെയ്യും. സോ അതിനകത്തുള്ള ആംപ്ലിറ്റ്യൂഡ് ലെവൽസ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് 0 ആണെങ്കിൽ ഓക്കെ 0 to 0.5, 0.5 to 1.5, സിമിലർലി 0ക്ക് താഴെയും ഉള്ള ആ ഇൻപുട്ട് ലെവൽസ്, ആ ഡിസിഷൻ ലെവൽസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ റെപ്രസെൻറ്റേഷൻ ലെവലും കാണിച്ചിരുന്നു അല്ലേ. ഈ റെപ്രസെൻറ്റേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ക്വാണ്ടൈസേഷൻ ലെവലാണ്. അതാണ് ഞാൻ പറഞ്ഞു ഔട്ട്പുട്ടായിട്ട് നമ്മൾ എടുക്കുന്നത്. സോ ഈ ഔട്ട്പുട്ടിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് റെപ്രസെൻറ്റേഷൻ ലെവൽ അല്ലെങ്കിൽ ക്വാണ്ടൈസേഷൻ ലെവലാണ്. ഓക്കെ, അതിനെ ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ടേക്ക് ദിസ് ആസ് 1 വോൾട്ട്, ഓക്കെ 2 വോൾട്ട്, 3 വോൾട്ട് അങ്ങനെ പോകും. ഇവിടെ ജസ്റ്റ് 1 വോൾട്ട്, ഓക്കെ 2 വോൾട്ട് എന്ന് നമുക്ക് എടുക്കാം. 2 സ്റ്റെപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാപ്പിംഗ് അല്ലെങ്കിൽ ക്വാണ്ടൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത് പറഞ്ഞാൽ ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് -0.5 മുതൽ 0.5 വരുമ്പോൾ, ഓക്കെ -0.5നും 0.5നും ഇടയ്ക്ക് ആംപ്ലിറ്റ്യൂഡ് വരുമ്പോൾ ആ സിഗ്നലിനെ 0 വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അത് ഇവിടെ തന്നെ ലൈ ചെയ്യും. ഓക്കെ, നിങ്ങൾ അടുത്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഇനി ഇൻപുട്ട് സിഗ്നൽ ഇഫ് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0.5 ആൻഡ് 1.5, ഓക്കെ ഇതിനും ഇടയ്ക്ക് ഇൻപുട്ട് സിഗ്നൽ വരുവാണെങ്കിൽ അതിനെ ഞാൻ 1 വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 1 വെച്ചിട്ട്, ഓക്കെ സി മനസ്സിലായോ, 1 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സിംഗിൾ ലൈനാണ് 1, കണ്ട 1 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. And similarly, now if the input is between 1.5 and 2.5, ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ലെവൽ ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ അതിന് ഞാൻ ഒരൊറ്റ ലെവലിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യും. അതാണ് 2വിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ 2വിലേക്ക് അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യും. കണ്ടോ, 2വിലേക്ക് അതിനെ അപ്രോക്സിമേറ്റ് ചെയ്തു ഇതിനിടയിൽ വന്നാൽ. അപ്പം -0.5നും 0.5നും ഇടയ്ക്ക് വരുവാണെങ്കിൽ അത് 0 ആയിരിക്കും, 0ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യും. 0.5നും 1.5നും ഇടയ്ക്ക് വരുന്ന ആംപ്ലിറ്റ്യൂഡിനെ 1ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യും. 1.5നും 2.5നും ഇടയ്ക്ക് വരുന്നതിനെ 2. സിമിലർലി ഈ സൈഡിൽ 0.5 to 1.5ലേക്ക് വരുന്നതിനെല്ലാം ഞാൻ -1 വെച്ചിട്ട്, ഓക്കെ ദിസ് ഈസ് -1 വെച്ചിട്ട് ചെയ്യും. -1.5നും 2.5നും വരുന്നതിനെല്ലാം ഞാൻ ബിറ്റ്വീൻ -2ലേക്ക് ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യും. ആ ഒരൊറ്റ ഒരു ലെവലിലേക്ക് അപ്രോക്സിമേറ്റ്. സിമിലർലി ഇറ്റ് ഗോസ് ഓൺ, താഴോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഞാൻ പറഞ്ഞു ഒരു സ്റ്റെയർ കേസ് സിഗ്നലിൻ്റെ
ട്രെഡ് ഏതാണ്? ഇതാണ് ട്രെഡ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ ക്യാരയുടെ ഒറിജിൻ എവിടെയാണ്? ഇതാണ് ഒറിജിൻ അല്ലേ. ഒറിജിൻ എവിടെയാണ് ലൈ ചെയ്യുന്നത്? ഈ ട്രെഡിൻ്റെ നടുക്കാണ് ഒറിജിൻ ലൈ ചെയ്യുന്നത് അല്ലേ. ഒറിജിൻ ലൈസ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ട്രെഡ്. That is why this is known as mid-thread quantizer carry എന്ന് പറയും. ഈ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ carry we call it as mid-thread quantizer carry എന്ന് പറയും. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു വാല്യൂസ് വെച്ചിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ജനറലായിട്ട് നമ്മളിപ്പം മിഡ്-ത്രെഡ് ക്വാണ്ടൈസറിൻ്റെത് വരയ്ക്കാൻ ചോദിക്കുവാണെങ്കിൽ ഈ വാല്യൂസ് ഓർക്കണ്ട. ഓക്കെ, നമുക്ക് അതിനൊരു ജനറൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയ സ്റ്റെപ്പ് സൈസ് എത്രയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്? 1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ. സി, ദിസ് ഈസ് ദ സ്റ്റെപ്പ് സൈസ്, ഡെൽറ്റ ഈസ് 1. ദിസ് ഈസ് അഗെയിൻ ദ സ്റ്റെപ്പ് സൈസ്. 2 ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ സ്റ്റെപ്പ് സൈസ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? എഗെയിൻ 1 ആണ് അല്ലേ. ഇനി ഇവിടെ ഇങ്ങനെ എടുക്കുവാണെങ്കിലും സ്റ്റെപ്പ് സൈസ് എത്രയാണ്? ഞാൻ 1 ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനും എത്ര? 2.5 മൈനസ് എല്ലാം സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ ആ ഒരു 1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ആ റെപ്രസെൻറ്റേഷൻ ലെവലിൻ്റെ വിട്ടാണ് ഡെൽറ്റ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ ഞാൻ ഈ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും എഴുതാൻ പോവുക. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? ഓക്കെ, വാല്യൂസ് വെച്ച് എഴുതുന്നതിലും വരും. ജനറലി ഇതേ ക്യാര ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദ വാല്യൂസ് യു ക്യാൻ റൈറ്റ് ഹിയർ ആസ് ഡെൽറ്റ. ഇവിടെ 2 ഡെൽറ്റ എന്ന് എഴുതാം. ഓക്കെ, സിമിലർലി ഹിയർ ഓൾസോ ഡെൽറ്റ, 2 ഡെൽറ്റ, 3 ഡെൽറ്റ പോവും. ദിസ് ഈസ് 0.5 ഡെൽറ്റ ഇവിടെ 1 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. 0.5 മീൻസ് ഡെൽറ്റ ബൈ 2, 1/2, 0.5 അല്ലേ. അപ്പോൾ ഇതിനെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ ഡെൽറ്റ ബൈ 2 എന്ന് എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 3 ഡെൽറ്റ ബൈ 2. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 5 ഡെൽറ്റ ബൈ 2. ഓക്കെ, now similarly here also this is minus delta by 2, this is minus 3 delta by 2, minus 5 delta by 2 എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ സ്റ്റെപ്പ് സൈസ് യൂണിഫോം ആണ്. 3 ഡെൽറ്റ ബൈ 2 മൈനസ് ഡെൽറ്റ ബൈ 2 നോക്കിക്കേ. 3 ഡെൽറ്റ ബൈ 2 മൈനസ് ഡെൽറ്റ ബൈ 2 ഈസ് ഡെൽറ്റ. സ്റ്റെപ്പ് സൈസ് സെയിം ആണ്. ഇവിടെയും ഡെൽറ്റ, ഇവിടെയും ഡെൽറ്റ, എല്ലായിടത്തും ഡെൽറ്റ തന്നെയായിരിക്കും. ബിക്കോസ് ഇത് യൂണിഫോം ക്വാണ്ടൈസറും കൂടിയാണ്. ഇറ്റ് ഈസ് ഓൾസോ യൂണിഫോം ക്വാണ്ടൈസർ. യൂണിഫോം ക്വാണ്ടൈസറിനകത്ത് സ്റ്റെപ്പ് സൈസ് ഫിക്സഡ് ആണ്. സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ ഈസ് ഫിക്സഡ്. ഹിയർ ഇറ്റ് ഈസ് ഫിക്സഡ് ടു ഡെൽറ്റ. വ്യത്യാസം വരുന്നില്ല. ഇവിടെ യൂണിഫോം ക്വാണ്ടൈസറാണ് വരച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ഗ്രീനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഇതെന്ന് പറയുമ്പോൾ ഒരു ജനറൽ ക്യാര ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദീസ് വാല്യൂസ് ഇതിന് പകരം ഇത് എഴുതാം. ഇവിടെ മൈനസ് ഡെൽറ്റ ബൈ 2, ഇവിടെ മൈനസ് 3 ഡെൽറ്റ ബൈ 2, മൈനസ് 5 ഡെൽറ്റ ബൈ 2, ഹിയർ ഡെൽറ്റ ബൈ 2. ഓക്കെ, അങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ജനറൽ ക്യാര ജനറലി ചോദിക്കും. ജനറൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ക്യാര ഓഫ് എ മിഡ്-ത്രെഡ് ക്വാണ്ടൈസർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് യൂസിങ് ഡെൽറ്റ. അപ്പോൾ ഈ വാല്യൂസ് എഴുതണ്ട, അതിന് പകരം ഇത് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇപ്പോൾ രണ്ടും കൂടി ഒരു ഫിഗറിൽ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ട, ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഒന്നുകിൽ വാല്യൂസ് കാണിക്കാം, ഓർ ഈ ഗ്രീനിൽ എഴുതിയിരിക്കുന്നത് മാത്രം കാണിച്ചിട്ടും ഇതിനെ ഇങ്ങനെ വരയ്ക്കാം. ഇനി നമുക്ക് മിഡ് റൈസർ ക്വാണ്ടൈസറിൻ്റെ ക്യാര ഒന്ന് നോക്കാം. ദിസ് ഈസ് മിഡ് ട്രെഡ് ബിക്കോസ് അവിടെ ഒറിജിൻ ട്രെഡിൻ്റെ നടുക്കായിരുന്നു അല്ലേ. ഇനി നമുക്ക് മിഡ് റൈസർ വരുവാണെങ്കിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, മിഡ് റൈസർ ക്വാണ്ടൈസേഷൻ. ഓക്കെ, മിഡ് റൈസർ ക്വാണ്ടൈസറിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ക്യാര എന്ന് നോക്കാം. So this is the input, this is the output. ഓക്കെ, ഇവിടെ നമ്മൾ ഞാനിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. 0.5 മൈനസ് 0.5. now this is say 1.5. this is 2.5. this is again minus 1.5, goes on minus 2.5. okay, ഇനി ഇവിടെ this is 0. ഇവിടെ 1 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു, 2 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു, 3 ഹിയർ, മൈനസ് 1, മൈനസ് 2, മൈനസ് 3. ഓക്കെ, അപ്പോൾ മിഡ് റൈസർ, അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു റൈസർ എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ് അല്ലേ, ഈ പോർഷനാണ് റൈസർ. അപ്പോൾ ഒറിജിൻ റൈസറിൻ്റെ നടുക്ക് കിടക്കണം, അങ്ങനെയാണ് ആ ക്യാര വരുന്നത് അല്ലേ.
അപ്പോൾ ഇവിടെ അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇൻപുട്ടിനകത്ത് ഇൻപുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ബിറ്റ്വീൻ 0 and 1 വരുവാണെങ്കിൽ, ഓക്കെ പ്ലീസ് ലിസൺ, ഇൻപുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0 and 1 വരുവാണെങ്കിൽ നമ്മൾ അതിനെ ഏത് ലെവലിലേക്കായിരിക്കും ക്വാണ്ടൈസ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി ക്വാണ്ടൈസ്ഡ് ടു 0.5. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ പ്ലീസ് ലിസൺ, 0ക്കും 1നും ഇടയ്ക്ക് ആംപ്ലിറ്റ്യൂഡ്, ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡ് വരുവാണെങ്കിൽ അത് നമ്മൾ 0.5ലേക്ക് ക്വാണ്ടൈസ് ചെയ്യും. ഇനി 1 to 2ൻ്റെ ഇടയ്ക്കാണ് ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡ് റേഞ്ച് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ക്വാണ്ടൈസ്ഡ് ടു 1.5ലേക്ക് നമ്മൾ ക്വാണ്ടൈസ് ചെയ്യും. 1.5ലേക്ക് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യും. 1.2 വന്നാലും 1.3 വന്നാലും 1.7 വന്നാലും ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ എ സിംഗിൾ ആംപ്ലിറ്റ്യൂഡ് 1.5. സിമിലർലി ബിറ്റ്വീൻ 2 and 3 ആണ് വരുന്നതെങ്കിലോ, ബിറ്റ്വീൻ 2 and 3 വരുന്നതാണെങ്കിൽ നമ്മൾ അഗെയിൻ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റഡ് ടു സേ വാട്ട് 2.5ലേക്ക് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യും. ആൻഡ് സിമിലർലി 0 to 1 വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റഡ് ബൈ, റൈറ്റ് ദിസ് ഓവർ ഹിയർ, ഓക്കെ 0 to -1 വരുവാണെങ്കിൽ അതിനെ -0.5 വെച്ചിട്ടും 1 to 2 വരുവാണെങ്കിൽ 1 to 2 വരുവാണെങ്കിൽ ഈ ഒരു ലെവലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി 2 to 3 വരുവാണെങ്കിൽ ഈ ഒരു ലെവലായിരിക്കും, ദാറ്റ് ഈസ് it will jump to next level. So this is how we represent the quantization level. ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാണ് റൈസർ അല്ലേ, ഇവിടെ റൈസർ പോർഷൻ നോക്കൂ, ഇതൊരു റൈസർ പോർഷനാണ്. അപ്പോൾ ആ റൈസർ പോർഷൻ്റെ നടുക്കാണ് ഒറിജിൻ കിടക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മിഡ് റൈസർ ക്വാണ്ടൈസർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനെ ജനറലായിട്ട് ഇപ്പോൾ വാല്യൂസ് വെച്ചിട്ടല്ല, ജനറലായിട്ട് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് സിമ്പിൾ. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദീസ് വാല്യൂസ് യു ക്യാൻ റൈറ്റ് ഇൻ ടേംസ് ഓഫ് സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡെൽറ്റയെന്ന് എടുക്കുക, 2ന് പകരം റൈറ്റ് ഇറ്റ് ആസ് 2 ഡെൽറ്റ, ഹിയർ റൈറ്റ് ഇറ്റ് ആസ് 3 ഡെൽറ്റ, here write it as delta by 2. ഓക്കെ ഇവിടെ 3 delta by 2 എന്ന് എഴുതാം. ആൻഡ് ഹിയർ അങ്ങനെ നമുക്ക് എഴുതാം. ഇത് മൈനസ് ഡെൽറ്റ, ദിസ് ഈസ് -2 ഡെൽറ്റ, ദിസ് ഈസ് -3 ഡെൽറ്റ. സിമിലർലി ഹിയർ ഓൾസോ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് ഈസ് -delta by 2 ഇൻസ്റ്റെഡ് ഓഫ് ദിസ് -3 delta by 2 -5 delta by 2. ഇങ്ങനെ നമുക്ക് ജനറലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് യൂണിഫോം ഇത് എഗെയിൻ യൂണിഫോം ആണ് അല്ലേ, ബിക്കോസ് സ്റ്റെപ്പ് സൈസ് സെയിം തന്നെയാണ്. സോ യൂണിഫോം ക്വാണ്ടൈസറിൻ്റെ ക്യാര തന്നെയാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് യൂണിഫോം ക്വാണ്ടൈസറിൻ്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഡിറൈവ് ചെയ്യാം. താങ്ക് യു.